ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറിൻസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഡെസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന ആഫ്രിക്കയിലും അറേബ്യൻ നാടുകളിലെ മരുഭൂമികളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് അഡീനിയം. ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ ചെടിയിൽ പല നിറങ്ങളിലായി വർഷം മുഴുവനും പൂക്കൾ വിരിയുന്നു. ബോൺസായി രൂപത്തിലാക്കി മാറ്റി വർഷങ്ങളോളം ചെടിച്ചട്ടികളിൽ വളർത്താൻ കഴിയുന്ന ഈ ചെടിയുടെ കട്ടിയുള്ള കാണ്ഡങ്ങളാണ് പ്രത്യേകത. തൂവെള്ള നിറം മുതൽ പല കളറുകളിലായി ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. കോളാമ്പിയുടെ ആകൃതിയിൽ ഉള്ള പൂക്കൾ തണ്ടുകളുടെ അഗ്രഭാഗത്ത് കുലകളായി ഉണ്ടാകുന്നു. ഇലകളിലും തണ്ടുകളിലും ഒരു തരത്തിലുള്ള കറ കാണപ്പെടുന്ന ഈ ചെടി നിലത്തും ചട്ടികളിലും വളർത്താം. നട്ട് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ തന്നെ സ്വാഭാവിക ബോൺസായി ആകൃതി ഉണ്ടാകും എന്നത് ഈ ചെടിയുടെ സവിശേഷ ഗുണമാണ്. വിത്തുകൾ വഴിയോ ചെടികൾ ഗ്രാഫ്റ്റിംഗ് രീതി വഴിയോ പുതുതായി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടിയിൽ ഉണ്ടാകുന്ന കായ്കൾ കാളക്കൊമ്പിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന ചെടികൾക്ക് മാതൃചെടിയുടെ സ്വാഭാവിക ഗുണം കാണപ്പെടണമെന്നില്ല. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് വഴി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. 5 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഈ ചെടിയുടെ പൂക്കൾക്ക് 5 ഇതളുകളാണ് ഉള്ളത്. ഈ ചെടി നടുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്. ഗാർഡൻ സോയിൽ, കമ്പോസ്റ്റ്, മണൽ, കോക്കോപിറ്റ് ആണ് എടുക്കേണ്ടത്. ഇതിൽ മണൽ ഇല്ലെങ്കിൽ സാൻഡ് എടുത്താലും മതിയാകും. നന്നായി വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അഡീനിയം. ദിവസവും 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചിരിക്കണം. ഇങ്ങനെ വെയിൽ കിട്ടിയാൽ ചെടി നല്ല ഹെൽത്തിയായി വളർന്ന് നല്ല പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ള ചെടിയാണിത്. 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം നൽകിയാൽ മതിയാകും. മഴക്കാലത്ത് ചെടിയുടെ ചുവട് ഉണങ്ങിയിരുന്നാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വലിയ അഡീനിയം ചെടികൾക്ക് മഴക്കാലത്ത് പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. എന്നാൽ ചെറിയ ചെടികൾ ഷേഡിലേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ചെടി വളർന്ന് കുറച്ച് മെച്യൂർ ആയി കഴിയുമ്പോൾ ആദ്യത്തെ പ്രൂണിംഗ് ചെയ്യണം. 1.5 സെൻറ്റിമീറ്റർ കനത്തിൽ തണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ പ്രൂണിംഗ് ചെയ്യാം. ചെടിയിൽ ഒറ്റ തണ്ട് മാത്രം ഉള്ളൂ എങ്കിലും പ്രൂണിംഗ് നടത്താം. പൂക്കാത്ത അഡീനിയം ചെടിയും പ്രൂണിംഗ് നടത്തിയാൽ ഒത്തിരി ശിഖരങ്ങൾ വരികയും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. തണുപ്പ് കാലം കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങുമ്പോൾ പ്രൂണിംഗ് നടത്താം. ഫെബ്രുവരി മാസമാണ് പ്രൂണിംഗ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം പ്രൂണിംഗ് നടത്തിക്കഴിഞ്ഞാൽ അടുത്ത 3 മാസത്തേക്ക് മഴ ഉണ്ടാകാറില്ല. അതുമാത്രമല്ല, നല്ല ചൂടുള്ള വെയിൽ കൂടുതലുള്ള സമയങ്ങൾ ആയതുകൊണ്ട് തളിരിലകൾ വന്ന് ചെടി പെട്ടെന്ന് വളരും. പ്രൂൺ ചെയ്ത ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമായത് കൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം പ്രൂണിങ്ങിന് ശേഷം ചെടി വെക്കേണ്ടത്. പ്രൂൺ ചെയ്ത ചെടിക്ക് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതിൻ്റെ കൂടെ 1 സ്പൂൺ NPK കൂടി ചേർത്ത് വളമായി ഇട്ടുകൊടുക്കാം. വളം ഇട്ടുകൊടുത്ത ശേഷം ദിവസവും വെള്ളം നൽകണം. എങ്കിൽ മാത്രമേ ഇട്ടുകൊടുത്ത വളം മണ്ണിൽ ചേർന്ന് ചെടിക്ക് കിട്ടുകയുള്ളൂ. ഒരാഴ്ചയ്ക്ക് ശേഷം 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ വെള്ളം നൽകിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൂക്കൾ നൽകുന്ന മനോഹരമായ അഡീനിയം ചെടി നിങ്ങൾക്കും വളർത്തിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.